വൃത്തികെട്ട പണിയായത്. നീ അയാൾക്ക് എഴുതി കൊടുത്ത കവിത എന്തിനാ അയാൾ അവളെ പാടി കേൾപ്പിക്കുന്നത്? എന്തൊരു അന്യായമായത്. ചേച്ചി, ഇത് വെറുതെ വിട്ടുകളയരുത്. ലവ് സ്വാതന്ത്ര്യം പോലെയാണ്. പോരാടി തന്നെ ജയിക്കണം. ഫൈറ്റ് ഫൈറ്റ് ടിൽ ദി എൻഡ്. ലവിന് വേണ്ടത് ചങ്കൂറ്റമാ. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ വാശി വരും. ക്ലാസ്സിൽ അത് കാണിച്ചു കൊടുക്ക്. പിടിച്ച പിടിയാലെ വരച്ച വരയിൽ നിർത്തണം. Yes. What is in a name that which we call a rose by any other name that would smell sweet? ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ അഴകപ്പൻ, നിങ്ങൾ പറയൂ. ശരി, പോട്ടെ. എ റോസ് ഇസ് എ റോസ് ഇസ് എ റോസ്. ഇതാരാ പറഞ്ഞത്? നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ആരോ പറഞ്ഞു എന്നാണോ ആലോചിക്കുന്നത്? കടലാസപ്പൂ റോസ് ആണെന്ന് വിചാരിക്കുന്ന നിങ്ങൾക്ക് റോസ് ഇസ് എ റോസ് ആര് പറഞ്ഞെന്ന് എങ്ങനെ അറിയാനാ? മറ്റ് ആക്ടിവിറ്റീസിന്റെ ഇടയ്ക്ക് പഠിത്തം കൂടെ കുറച്ച് ശ്രദ്ധിക്കണം സർ. നിങ്ങൾ വലിയ ഹോട്ടൽ മുതലാളിയായിരിക്കാം, പക്ഷെ ഇവിടെ വൺ ഓഫ് ദി സ്റ്റുഡൻസ്. മൈൻഡ് ഇറ്റ്. യെസ്, കൺമണി സ്പീക്കിംഗ്. എനിക്കൊരു വിശദീകരണം വേണം. നിങ്ങളോട് 2 മിനിറ്റ് സംസാരിക്കണം. വിശദീകരണം പാടത്തിലല്ലേ, ക്ലാസ് റൂമിൽ വെച്ചാവാം. ഇല്ല, ഇത് ക്ലാസ് റൂമിൽ നിങ്ങളുടെ ബിഹേവിയറിനെ പറ്റിയാണ്. ഒരാഴ്ചയായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തിനാ നിങ്ങൾ ഇത്ര ഹാർഷാവുന്നത്? തുടർച്ചയായി എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാ. അവിടെ ഒന്ന് സംസാരിക്കാം. ക്ഷേത്രം ഏതാ? കുണ്ട്രത്തൂർ. ശരി, ഞാൻ അവിടെ ഒന്ന് കാണാം. കഥയിലേതോ ടേണിംഗ് പോയിന്റ് വരുന്ന പോലെ ഇരിക്കുന്നത്. അയ്യോ, ക്ഷേത്രത്തിൽ പോകാനും പറ്റില്ല, കാലൊടിഞ്ഞിരിക്കല്ലേ. അയ്യടാ, പച്ചക്കാർ വന്നല്ലോ. ഞാൻ അഴകന്റെ സ്വന്തമാ. ദേ ഇവിടെ ഇരിക്കുന്നേ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? മിസ്റ്റർ അഴകപ്പൻ ഇപ്പൊ എവിടെയുണ്ട്? നിങ്ങളാ പ്രിയ രഞ്ജനല്ലേ? നിങ്ങളുടെ ഡാൻസ് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ശബ്ദം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ട്. ആണോ? എങ്ങനെ? അത് പിന്നെ ടെലിഫോണിൽ ശബ്ദം അല്ലാണ്ട് എന്ത് കേൾക്കും? ഓ, നിങ്ങളാണോ ക്രോസ് ട്രാക്ക് കക്ഷി? അതിന്റെയൊക്കെ ആവശ്യം എനിക്കെന്താ? കാല് ശരിയായ അപ്പ തന്നെ നാട്ടിലേക്ക് പോകാനിരിക്കാൻ ഞാൻ. മിസ്റ്റർ അഴകപ്പിന് വേണ്ടി ഒരു പുതിയ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് സിംഗപ്പൂരിൽ നിന്ന്. കാസിയോ. അത് കൊടുക്കാൻ വേണ്ടി വന്നതാ. അവിടെ വെച്ചേക്ക്. ഇതൊരു പ്രണയ സമ്മാനാണല്ലേ? അത് ഞാൻ ഫോണിൽ സംസാരിച്ചോളാം. കുണ്ട്രത്തൂർ മുരുകന്റെ പേരിൽ ടെലിഫോൺ ഉണ്ടാ? അമ്പലത്തിൽ പോയിരിക്കുന്നോ? ഇന്ന് വിശേഷം വല്ലതുണ്ടോ? ആ ലേഡി ടീച്ചർ ക്ഷേത്രത്തിൽ പോയിരിക്കുക. ഉടനെ ഭ്രാന്ത് പിടിച്ച് ഇവനും പുറകെ പോയിരിക്കുക. അവര് തമ്മിൽ എന്തോ തെറ്റിദ്ധാരണയുണ്ട്. അത് ഇവന്റെ പേരിൽ അവർക്കാണോ അവരുടെ പേരിൽ ഇവനാണോ എന്നറിയില്ല. നിങ്ങൾ തമ്മിലാണ് മത്സരമെന്ന് മനസ്സിലായി. ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാമല്ലോ. എന്താ ഇത്? ആ ടീച്ചറെ ഇവൻ വാക്കിന് കൺമണി എന്ന് വിളിക്കണ്ടല്ലോ. അത് അവരുടെ ഓമന പേരാണോ അതോ യഥാർത്ഥ പേരാണോ? തനിക്കെന്താ കാര്യമെന്നാണോ ഈ നോക്കുന്നേ? ദേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊരു ഓട്ടം! എൻ്റെ അമ്മോ, ഈ പെണ്ണ് ഡാൻസ് നിർത്തിവെച്ച് വല്ല ഓട്ട മത്സരത്തിനും ചേരുന്ന നല്ലത്. നിങ്ങൾക്കും എന്റെ കവിതയ്ക്കിടയ്ക്ക് എന്തിനാ വേറൊരുത്തി വരുന്നത്? ഇതാണ് പ്രശ്നം. അവളുടെ ഡാൻസ് പ്രോഗ്രാമിന് ഒരു കവിത വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ കവിത പറഞ്ഞു കൊടുത്തു. വായിച്ച കേൾപ്പിച്ചേ? ഇല്ല, പാടി കേൾപ്പിച്ചു. എനിക്കതിഷ്ടല്ല. എന്താ? എന്താണെന്നറിയണോ? എനിക്ക് നിങ്ങളെ ഇഷ്ട. ഐ ലവ് യു. അതുകൊണ്ടാ ഞാൻ അങ്ങനെ കരുതിയില്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തരുത്. ഞാനും നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ എന്നോടൊന്ന് പറയൂ. ഇല്ലേ? ഞാനാണ് താമസിച്ചത്.
എന്റെ അനുരാഗം അറിയിക്കാൻ ഇതിന് മറുപടി തരാൻ നിങ്ങൾ താമസിക്കരുത്. ഇല്ലേ, ഇത്തരം വികാരങ്ങൾക്കൊന്നും മനസ്സിൽ സ്ഥാനം കൊടുക്കാത്തവളായിരുന്നു ഞാൻ. നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ ഉണരാൻ തുടങ്ങി. ഹർഷോന്മാദം എന്നൊരു വാക്കുണ്ട്, അറിയോ? എക്സ്റ്റസി. ആ വാക്കിന്റെ മുഴുവൻ അർത്ഥവും പൂർണ്ണമായി ഞാൻ അനുഭവിച്ചത് നിങ്ങൾ വന്നതോടെയാണ്, നിങ്ങളുടെ പ്രസൻസിലൂടെയാണ്. പ്രണയത്തിന്റെ ടെക്നിക്സ് ഒന്നും എനിക്കറിയില്ല. അതറിയേണ്ട പ്രായത്തില് പഠിപ്പിലായിരുന്നു എന്റെ ശ്രദ്ധ. 100-ൽ 100 മാർക്ക് വാങ്ങി. ഇപ്പോ പഠിക്കാൻ തുടങ്ങിയപ്പോ ഫെയിലായി. വെറും 0. അതും സാധാരണ 0 അല്ല, 1000ന്റെ 0. നോക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്. ഗുരു, ബുദ്ധിശാലിയായ ഒരു സ്ത്രീ, വഴികാട്ടി, വിവേകമുള്ളൊരു പെൺകുട്ടി. അതല്ലാതെ മറ്റെന്തെങ്കിലും മനസ്സിൽ തോന്നാൻ ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. ഐ റെസ്പെക്ട് യു, അഡോർ യു, ബട്ട് ഐ എം നോട്ട് ഇൻ ലവ് വിത്ത് യു കൺമണി. ഒരു റിക്വസ്റ്റ്, ഇനിമേൽ എന്നെ കൺമണി എന്ന് വിളിക്കരുത്. ടീച്ചർ എന്ന് വിളിച്ചോളൂ. എന്ത് പറ്റി മോളെ, എന്തിനാ കരയുന്നത്? എന്നെ ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് പറഞ്ഞു ആ ഡാൻസ് ടീച്ചർ. ആര്, പ്രിയേ? ആ ഡാഡി, ഇനി ഡാൻസ് ക്ലാസ്സിൽ വരണ്ടെന്നാ പറഞ്ഞേ. നീ എന്താ ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ല ഡാഡി. Tum kita tak Jonathan. Tum kita tak Jin. Tak Jonathan. Tak Jonathan. Tak Jin. Tak Jin. മോളോട് ഡാൻസ് ക്ലാസ്സിൽ വരണ്ടെന്ന് പറഞ്ഞു. അതെ, പറഞ്ഞു. എന്തിന്? അവൾ എന്ത് തെറ്റായത്? തെറ്റ് ചെയ്തത് അവളല്ല. പറയാൻ കേട്ടോ. കണ്ണാ വരുമോ എന്ന് വേദികൾ 1000 തവണ പാടി ആടിയിരിക്കുന്നു ഞാൻ. എന്നാ ഒരു കണ്ണിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കാത്തിരുന്നിട്ടില്ല. നൃത്തമാണ് എൻ്റെ ശ്വാസം, നൃത്തമാണ് എൻ്റെ ഹൃദയത്തുടിപ്പ്, നൃത്തമാണ് എൻ്റെ ജീവിതം എന്ന് കരുതിയിരുന്നവളാ ഞാൻ. കഴുത്തിലൊരു താലിയെപ്പറ്റി ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല. കാൽച്ചിലങ്കിയെ പറ്റിയായിരുന്നു എപ്പോഴും എൻ്റെ ചിന്ത. എന്നാ നിങ്ങളെ കണ്ടപ്പോ ഒരാദർശ പുരുഷനായി, ഒരു നല്ല മനുഷ്യനെ കണ്ടുമുട്ടിയെന്ന് സന്തോഷിച്ചു ഞാൻ. മനസ്സ് മാറിപ്പോയി. നിങ്ങളെ കാണാൻ വേണ്ടിയും സംസാരിക്കാൻ വേണ്ടിയും മനസ്സ് തുടിച്ചു. കാരണങ്ങളില്ലാതെ നിങ്ങൾക്ക് ഫോൺ ചെയ്തു. നിങ്ങളുടെ ശബ്ദം കേട്ട് ഞാൻ കോരിത്തെറിച്ചു. എന്തിനാന്നറിയോ? Damn it. I started love with you. എന്നാ നിങ്ങൾ ഞാൻ വിചാരിച്ച ആളല്ല. ഒരു സാധാരണ മനുഷ്യൻ. ആണുങ്ങൾക്കുള്ള എല്ലാ ബലഹീനതകളും നിങ്ങൾക്കുണ്ട്. മനസ്സിലായിപ്പോയി, എനിക്ക് മനസ്സിലായിപ്പോയി. പ്രിയ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാകുന്ന ഭാഷ പറ. നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കേ, ഇല്ലെങ്കിൽ മലമുകളിലുള്ള ആ മുരുകനോട് ചോദിക്കേ. വിഷയം എനിക്ക് മനസ്സിലായി എന്ന് ആശ്ചര്യപ്പെടുന്നോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ വേഷം അഴിഞ്ഞു പോയിന്ന് വിഷമിക്കുന്നോ? ഇല്ല, നിന്റെ ഫോളിഷ്നെസ് ഓർത്ത് വിഷമിക്കുന്നു. ഞാൻ പറയുന്നത് നീ കേട്ടോ, പക്ഷെ ഡാൻസ് ചെയ്തുകൊണ്ട് പറയാൻ അറിയില്ല. എന്റെ ഭാര്യയുടെ മരണശേഷം ഞാൻ ജീവിതത്തിൽ ഒന്നും മോഹിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ.
എന്റെ തൊഴിലും ഹോട്ടലും വർക്കേഴ്സും ജീവനായ എന്റെ കുട്ടികളും മാത്രമായിരുന്നു എന്റെ ലോകം. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കല ആസ്വദിക്കും, സംഗീതം കേൾക്കും, അത്രമാത്രം. എനിക്ക് വലിയ പഠിപ്പും പത്രാസൊന്നും ഇല്ലെങ്കിലും ഞാൻ ആരും ചതിച്ചിട്ടില്ല. എന്റെ ഭാര്യയുടെ മരണശേഷവും ഞാൻ ജീവിതത്തിൽ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് മുന്നിലൊന്നും ഒരിക്കൽ പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. ഒരു ക്ഷേത്രത്തിൽ വെച്ച് രണ്ടുപേരെ ഒരുമിച്ച് കണ്ടാൽ അവർ തമ്മിൽ പ്രേമമാണെന്ന് അർത്ഥമില്ല. അഥവാ ആണെങ്കിൽ തന്നെ അതിന് ക്ഷേത്രം തന്നെ വേണമെന്നില്ല. മറ്റൊരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. നിനക്ക് നൃത്തം അറിയാം, പക്ഷെ വിവേകം അറിയില്ല. എന്റെ പ്രവൃത്തികളെ കുറിച്ച് എനിക്ക് ആരുടെ മുന്നിലും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാനത് നിന്നോട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നിൽ കഴിവുള്ളതുകൊണ്ട് അതിനെ ഞാൻ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. നീ പറഞ്ഞ പോലെ damn it, I am starting loving you and I love no one else. ഒരാളോട് പൊസസീവ് അല്ലെങ്കിൽ അത് ലവ് അല്ല. സ്നേഹിക്കുന്നാൽ തനിക്ക് മാത്രം സ്വന്തമായിരിക്കണമെന്നൊരു പെണ്ണ് വിചാരിക്കുന്ന തെറ്റല്ല. ഇതെങ്കിലും മനസ്സിലാക്കുക.